ബ്രെഡിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും ചപ്പാത്തിയിലേക്കാണെന്നുണ്ടെങ്കിലും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇതൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും. അപ്പോൾ ഈ ഒരു ഐറ്റം, അതായത് ഈ ഒരു ചോക്ലേറ്റ് സ്പ്രെഡ് നമ്മൾ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സ്പ്രെഡ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതുപോലെ അങ്ങ് പൊടിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും പിന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ, അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഫ്രിഡ്ജിൽ വെച്ച ബട്ടർ ആണെന്നുണ്ടെങ്കിൽ പുറത്തെടുത്ത് വെച്ച് ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം മാത്രം വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ അങ്ങ് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഇത് ഒന്ന് ലൂസാക്കണമല്ലോ, അപ്പോൾ അതിനാവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുത്തിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് പാലും കൂടെ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ് സ്പ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രെഡിലേക്കോ ചപ്പാത്തിയിലേക്കോ ഒക്കെ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കാം. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. ചോക്ലേറ്റ് സ്പ്രെഡൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വിലയാണല്ലേ പുറത്ത്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഫ്ലേവറിലുള്ളത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല വിലയാണ്. പെട്ടെന്നൊക്കെ കുട്ടികൾക്ക് തട്ടിക്കൂട്ടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് സ്പ്രെഡാണ് കേട്ടോ ഇത്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കഴിക്കാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.